നിങ്ങൾ ഡിലീറ്റ് ചെയ്ത ആപ്പുകൾ കാരണമാണ് സ്റ്റോറേജ് തീരുന്നത്. അതായത് നിങ്ങളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത ആപ്പുകൾ കാരണമാണ്, അതായത് പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത ആപ്പുകൾ കാരണമാണ് നിങ്ങളെ സ്റ്റോറേജ് തീർന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരുപാട് MB ഇത് വെറുതെ കിടപ്പുണ്ട്. അതായത് നമ്മൾ ഫോൺ വാങ്ങിച്ചിട്ട് ഒരു ആപ്ലിക്കേഷനും കയറ്റിയിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുന്നില്ലേ, അത് മൊത്തം നമ്മളെ പ്ലേ സ്റ്റോറിൽ സേവ് ആയി കിടക്കുന്നുണ്ട്. അത് മാത്രമല്ല, അത് നമ്മളെ MB എടുക്കുന്നുണ്ട്. ഫോണിൽ ഇത്ര MB എന്ന് പറഞ്ഞാൽ വെറുതെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ അങ്ങനെ വെറുതെ MB എടുക്കുന്ന ആപ്ലിക്കേഷനെ നമുക്ക് തടഞ്ഞാലോ? അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. ആ സെറ്റിങ്സ് എവിടെയാണ് കിടക്കുന്നത്, അതെങ്ങനെയാണ് അങ്ങനെ വെറുതെ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്ത ആപ്ലിക്കേഷനുകൾ ഇപ്പോൾ സേവായി എവിടെയാണ് കിടക്കുന്നത്, എത്ര MB ആണ് അത് എടുക്കുന്നത്, ആ സെറ്റിങ്സ് എങ്ങനെയാണ് അത് ക്ലിയർ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ചാനലിൻ്റെ ബെല്ലൈക്കൺ അവിടെ കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാളെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇതുപോലത്തെ ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് ഇതിനെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത, അതായത് ഇത് നിങ്ങൾ ഒരിക്കൽ പോലും ഈ സെറ്റിങ്സ് ക്ലിയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൺ വാങ്ങിച്ചിട്ട് ഡിലീറ്റ് ചെയ്ത ആപ്പുകൾ ഒക്കെ അവിടെ ഉണ്ടാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാം. അതങ്ങനെ കിടന്ന് നമുക്ക് ഒരുപാട് MB ഇങ്ങനെ വെറുതെ വേസ്റ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതായത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിൽ ഇൻസ്റ്റാൾ ചെയ്ത, അതായത് ഓരോ ഇമെയിലിൽ നിങ്ങൾ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇമെയിലായിരിക്കും അത് കിടക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഇവിടെ ഞാനിപ്പോൾ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ മാനേജ് ആപ്പ് ആൻഡ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് കാണാൻ സാധിക്കും. നമുക്ക് വേണ്ടത് മാനേജ് എന്ന ഓപ്ഷനാണ്, അത് ക്ലിക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഈ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ നിലവിലുള്ള ആപ്പുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ദിസ് ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കുറേ ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ നിലവിൽ ഏതെങ്കിലും ഡിവൈസിൽ ഒക്കെ ഈ പ്ലേ സ്റ്റോർ വെച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ആ ഡിവൈസുകളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും അവസാനം നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത ആപ്പുകൾ എല്ലാം കാണാൻ സാധിക്കും. ഇതുവരെ നിങ്ങൾ ഈ സെറ്റിങ്സ് ക്ലിയർ ഫോണിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്കൊന്ന് ടിക്ക് ചെയ്ത് നോക്കാം. ടിക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരു ആപ്ലിക്കേഷൻ തന്നെ സെലക്ട് ചെയ്തപ്പോൾ 0.81 MB ആണ് കിട്ടുന്നത്. 0.81 MB. അതായത് ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി. ഇത് വെറുതെ ഇവിടെ അടിഞ്ഞുകൂടി നമ്മളെ സ്പേസ് എല്ലാം ആക്കി കിടക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡിൻ്റെ ഓപ്ഷനും ഉണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ MB വെറുതെ ഇങ്ങനെ MB പോവുകയാണല്ലോ. അപ്പോൾ എത്ര MB ആണ് നമുക്കിത് ഈ 3 ഡിലീറ്റ് ചെയ്താൽ ഫോണിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്നത് എന്ന് നമുക്ക് മുകളിൽ കാണാൻ സാധിക്കും. ഇവിടെ 287 MB ആണ് എനിക്ക് ഇത്രയും ആപ്ലിക്കേഷൻ മാത്രം റിമൂവ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന ഒരു സ്റ്റോറേജ് ഫേസ് എന്ന് പറയുന്നത്. ഇങ്ങനെ വെറുതെ അണിഞ്ഞുകൂടി കിടക്കുകയാണ്. ഇനി നമുക്കതെങ്ങനെ ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് എത്ര ആപ്ലിക്കേഷനാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ഞാൻ ഇപ്പോൾ ഒന്നും കൂടെ സെർച്ച് ചെയ്തു. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഡിലീറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റിമൂവ് ചെയ്യട്ടെ എന്ന് ചോദിക്കും, റിമൂവ് കൊടുക്കുക. അപ്പോൾ അത് അത്രയും പോയി കഴിഞ്ഞു. ഇവിടെ ഗെയിംസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിംസിൻ്റെ മാത്രം ഇങ്ങനെ നമുക്ക് ഗെയിംസ് ആപ്ലിക്കേഷൻ മാത്രം ഇങ്ങനെ എത്ര MB ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞ പ്രധാന കാരണം എന്ന് പറയുന്നത്,
കാരണം ഇത്രയും സ്റ്റോറേജ് നമുക്ക് ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കുറേ പാടുണ്ട്. പക്ഷെ ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോറേജ് നിങ്ങളുടെ ഫോണിൽ വെറുതെ അടിഞ്ഞുകൂടി വെറുതെ കിടക്കുന്ന സ്റ്റോറേജ്, ഇത് കാരണമാണ് സ്റ്റോറേജ് പോകുന്നത്. വെറുതെ അടിഞ്ഞുകൂടി കിടക്കുന്ന, അതായത് ഇങ്ങനെ കുറച്ചൊക്കെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ വെറുതെ ഇങ്ങനെ സ്റ്റോറേജ് എടുക്കുന്നത്, പ്ലേ സ്റ്റോർ ഇങ്ങനെ ആപ്പ് സ്റ്റോറേജ് എടുക്കുന്നത് നമുക്ക് സ്റ്റോറേജ് ലാഭിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ ദയവായി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ MK ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിൻ്റെ ബെല്ലൈക്കൺ അവിടെ കാണാൻ സാധിക്കും. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന ഓപ്ഷൻ കൊടുക്കാമെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇതുപോലത്തെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും മറുപടി തരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വെറുതെ നമ്മളെ സ്റ്റോറേജ് പ്ലേ സ്റ്റോർ എടുക്കുന്നത്, ആപ്ലിക്കേഷൻ എടുക്കുന്നത് തടയാൻ സാധിക്കുന്നതാണ്. MB എടുക്കുന്നത് തടയാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇത് അറിയാന്നുള്ള ഒരുപാട് സുഹൃത്തുക്കൾ കാണും. അറിയുന്ന ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിലും അറിയാത്ത ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിലും ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്തെത്തിക്കുക. കാരണം അറിയാത്ത സുഹൃത്തുക്കൾക്ക് ഇത് ഉപകാരമായി മാറും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്ത്. തീർച്ചയായിട്ടും മറുപടി തരുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ടോപ്പ് ആൻഡ് ടിപ്സ് വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. അതുവരേക്കും